നമസ്കാരം. ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അനിതസാധാരണമായ സംഭവങ്ങൾ ജാർഖണ്ഡിൽ നടക്കുന്നു എന്നുള്ളതാണ്. കാരണം ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നു. ജെഎംഎം നേതാവുമായ ഹേമന്ത് സോറനെ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജാർഖണ്ഡിൽ ഇത്തരം അഭ്യൂഹങ്ങളുണ്ട്. സോറന്റെ ഭാര്യ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നേതാവിനെ ആ തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളതാണ്. ചമ്പൈ സോറൻ എന്ന അവിടുത്തെ കായിക മന്ത്രി, പിന്നോക്കക്ഷേമ മന്ത്രി, ഗതാഗത മന്ത്രി, പിന്നോക്കക്ഷേമ മന്ത്രി അവിടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ഒരുങ്ങുന്നു. അങ്ങനെ നാടകീയമായ സംഭവവികാസങ്ങൾ നടക്കുന്നു. ഇതാണ് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്യുന്നത്. മനു, ഈ ജാർഖണ്ഡ് എന്നും വാർത്തകൾ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ്. പ്രധാനമായും ED എന്നുള്ളത് പല സംസ്ഥാനങ്ങളിൽ കയറി വിലസുന്നു എന്ന പരാതി പ്രതിപക്ഷ കക്ഷികൾക്കുണ്ട്. ഇപ്പോൾ എന്താണ് ജാർഖണ്ഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി? അതെ, ED നിരന്തരമായി ഈ കേസ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സോറന്റെ ഡൽഹിയിലുള്ള വസതിയിലും മറ്റുമൊക്കെ റെയ്ഡുകൾ നടത്തുകയും BMW കാറും 36 ലക്ഷം രൂപയും പിടിച്ചെടുക്കുകയുണ്ടായി. സോറനെ കാണാനില്ല എന്ന അഭ്യൂഹങ്ങൾ പറഞ്ഞു. അതിനിടയിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് തുടർച്ചയായ 6 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ സംഘം ED സംഘത്തോടൊപ്പം മുഖ്യമന്ത്രിയെ ഗവർണറുടെ രാജ്ഭവനിലേക്ക് എത്തിച്ചിരിക്കുന്നു. CP രാധാകൃഷ്ണൻ, നമുക്കറിയാം, തമിഴ്നാട്ടുകാരനായ CP രാധാകൃഷ്ണൻ അവിടെ ഗവർണറാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും JMM-നെ പിന്താങ്ങുന്നവരും എല്ലാം അങ്ങോട്ടേക്ക് നീങ്ങി എന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പുറത്തുവരികയാണ്. അപ്പോൾ നേരത്തെ വലിയ തർക്കങ്ങൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. ഈ സോറൻ്റെ കുടുംബത്തിലടക്കം, ഹേമന്ത് സോറൻ്റെ കുടുംബത്തിലടക്കം ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ, കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ഒരു ആവശ്യം ചിലർ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് 29 MLA-മാരുടെ പിന്തുണ പൂർണ്ണമായും ഉണ്ടായില്ല. 18 MLA-മാർ മാത്രമാണ് അതിനെ അംഗീകരിച്ചത്. പക്ഷേ അതിനോട് ഒപ്പം തന്നെ മരുമകൾ സീതാ സോറൻ്റെയും പേരുകൾ ഉയർന്നു വന്നു. സീതാ സോറൻ്റെ മക്കൾ രാജശ്രീയും ജയശ്രീയും അവരെ പിന്തുണച്ച് രംഗത്തെത്തി. എന്നാൽ അവിടെയൊന്നും കാര്യങ്ങൾ നിന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി അടുത്ത് സാധ്യത അങ്ങനെ വരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളായി പുറത്തു വരുന്നത്. അപ്പോൾ ജാർഖണ്ഡിൽ ED നടത്തിയ ഈ അന്വേഷണത്തിൽ അവർക്ക് ഈ സാമ്പത്തിക കള്ളപ്പണം വെളുപ്പിക്കൽ, സാമ്പത്തിക ക്രമക്കേട്, കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ ഭൂമി സംബന്ധമായ കേസുകളിൽ ഹേമന്ത് സോറനെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അറസ്റ്റ് വരുന്നത്. നമുക്കൊപ്പം അശ്വിനി കൂടി അവിടുന്ന് അശ്വിനി, അവിടെ MLA-മാർ ഗവർണറെ കാണാൻ രാജ്ഭവനിലെത്തി. ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും അടക്കം അവിടെ എത്തി ഗവർണറുടെ അടുത്തുണ്ട്. ഒപ്പം ED-യുടെ കസ്റ്റഡിയിലാണ്. ED ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് മുഖ്യമന്ത്രി, രാജിവെച്ച മുഖ്യമന്ത്രി എത്തുന്നത് എന്നതും പ്രത്യേകതയാണ്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ED പിന്നാലെയുണ്ട്. ഏതാണ്ട് 8 മണിക്കൂറോളം ഇതുവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു സോറനെ. രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം നാടകീയമായ നീക്കങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജാർഖണ്ഡിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. പ്രത്യേകിച്ച് ഹേമന്ത് സോറന്റെ വസതിയിൽ ED-യുടെ റെയ്ഡ് നടക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഹേമന്ത് സോറന്റെ വാഹനങ്ങൾ കണ്ടുകെട്ടുന്നു. അതുപോലെ തന്നെ 36 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിനു മുന്നേ തന്നെ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി തവണ ED നോട്ടീസ് അയച്ചിരുന്നു ഹേമന്ത് സോറന്. എന്നാൽ ഹേമന്ത് സോറൻ ഹാജരായിരുന്നില്ല. ഇതേ തുടർന്നിട്ട് ഏകദേശം കഴിഞ്ഞ വർഷം ഡിസംബർ അവസാനത്തോടു കൂടി ഹേമന്ത് സോറന്റെ അറസ്റ്റിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതായിട്ടുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നു. അന്നേ തന്നെ അറസ്റ്റിനുള്ള അല്ലെങ്കിൽ അറസ്റ്റ് നേരിടാനുള്ള നീക്കങ്ങളൊക്കെ JMM തുടങ്ങി എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അന്ന് മുതൽ പറഞ്ഞു കേട്ടിരുന്നത് ഹേമന്ത് സോറൻ അറസ്റ്റിലാവുകയാണെങ്കിൽ ഭാര്യ കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഗാന്ധി സീറ്റിൽ നിന്ന് MLA സർഫറാസ് അഹമ്മദ് അടക്കം രാജിവെക്കുന്നൊരു സാഹചര്യവുമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കൽപ്പന സോറിന് മത്സരിക്കാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണെന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഇന്നലെ വരെയും, അതായത് ഇന്നലെ രാവിലെ വരെയും ഇത്തരത്തിലുള്ള കൽപ്പന സോറൻ മുഖ്യമന്ത്രിയാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നിരുന്നത്. എന്നാൽ എല്ലാം മാറി മറിഞ്ഞത് നിമിഷങ്ങൾക്കുള്ളിലാണ്. ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യലിനൊടുവിൽ ED അറസ്റ്റ് ചെയ്യുന്നു. ED അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം രാജിവെക്കാനായി രാജ്ഭവനിലെത്തുന്നത്. ഇതിന് മുന്നോടിയായി ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ MLA-മാരുടെ അടക്കം യോഗം ചേർന്നു. ഒറ്റക്കെട്ടായി BJP അധികാരത്തിൽ വരാതെ അവിടെ JMM കോൺഗ്രസ് സഖ്യം തന്നെ ഭരിക്കുന്ന സാഹചര്യം നിലനിൽക്കുമെന്നും ഒറ്റക്കെട്ടായി നേരിടുമെന്നും ഒക്കെയുള്ള തീരുമാനങ്ങളൊക്കെ അതിനകത്തുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് ED ഹേമന്ത് സോറന്റെ വസതിയിലെത്തുന്നു, ചോദ്യം ചെയ്യൽ 7 മണിക്കൂർ നീളുന്നു. ഇതിനിടയിൽ ഏകദേശം ഒരു വൈകുന്നേരം 7 മണിയോടുകൂടി
3 വാഹനങ്ങളിലായി JMMന്റെ MLA-മാർ ഹേമന്ത് സോറന്റെ വസതിയിലേക്ക് എത്തുന്നു. ചോദ്യം ചെയ്യലിനിടയിൽ ഹേമന്ത് സോറൻ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ കൂടിക്കാഴ്ചയിലാണ് രാജ്യസന്നദ്ധത അല്ലെങ്കിൽ രാജിവെക്കാൻ പോകുന്നതും പകരം ഇദ്ദേഹമാണ് അത് ചമ്പായ് സോറൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ള തീരുമാനങ്ങൾ ഈ യോഗത്തിലാണ് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് MLA-മാർ ആദ്യമേ തന്നെ രാജ്ഭവനിലേക്ക് എത്തുന്നതും പിന്നാലെ ED അറസ്റ്റ് ചെയ്ത ശേഷം EDയുടെ കസ്റ്റഡിയിലിരിക്കെ ഹേമന്ത് സോറൻ രാജി സമർപ്പിക്കാനായി രാജ്ഭവനിലെത്തുന്നതും. രാജ്ഭവനിൽ എത്തി ഹേമന്ത് സോറൻ രാജി സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ആവശ്യമാണ് JMM മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഭൂരിപക്ഷം പിന്തുണയ്ക്കുന്ന MLA-മാരെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയൊരു സർക്കാർ രൂപീകരിക്കാൻ അവസരം നൽകണം. ചമ്പായ് സോറനാണ് തങ്ങളുടെ നേതാവെന്ന തരത്തിൽ എഴുതി ഒപ്പിട്ട് കത്തും എല്ലാമായിട്ടാണ് JMM MLA-മാർ അവിടെ എത്തിയത്. അതേസമയം ഏകദേശം 5 MLA-മാരെ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ എന്ന നിലപാടിലാണ് ഗവർണർ ഉള്ളതെന്നാണ് ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. അങ്ങനെ അതാണ് നാടകീയമായ സംഭവവികാസങ്ങൾക്ക് വിധേയമാകുന്നു ജാർഖണ്ഡ്. മനു, നമുക്ക് ഈ ഹേമന്ത് സോറന്റെ ഭാര്യ ഇപ്പോൾ 144 ഹേമന്ത് സോറന്റെ വീടിന് പരിസരത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം മറ്റു ചില സംഭവങ്ങൾ കൂടി ഇതിന്റെ തുടർച്ചയായി ഉണ്ട്. ഹേമന്ത് സോറൻ നേരത്തെ തന്നെ EDക്കെതിരെ ഹേമന്ത് സോറന്റെ ഭാര്യ മുഖ്യമന്ത്രിയാകും. ഹേമന്ത് സോറന്റെ കരുത്ത് നമുക്കറിയാം. ജാർഖണ്ഡിൽ ഭാര്യ മുഖ്യമന്ത്രിയാവും അല്ലെങ്കിൽ മരുമകളെ മുഖ്യമന്ത്രിയാക്കുമെന്ന തലത്തിൽ നിന്ന് പാർട്ടിയിൽ പോലും എതിർപ്പുയരുന്നു. അതിന്റെ പുറത്താണ് ചമ്പായ് സോറനെ പോലെ ഒരു ആൾ മുഖ്യമന്ത്രിയായി വരുന്നത്. എത്രത്തോളം ആ പാർട്ടിക്കും ഹേമന്തിനും ഒക്കെ ദഹിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും അല്ലേ? ഇതിൽ വേറൊരു സംഭവം, ഹേമന്ത് സോറൻ ഇപ്പോൾ നമ്മുടെ ഇവിടെ നേരത്തെ ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ കേസ് കൊടുത്തതുപോലെ അവിടെയും പോലീസ് സ്റ്റേഷനിലെത്തി അവിടെ ED ഉദ്യോഗസ്ഥർക്കെതിരെ SC/ST പോലീസ് സ്റ്റേഷൻ റാഞ്ചിയിൽ കംപ്ലൈൻറ്റ് നൽകിയിട്ടുണ്ട്. തനിക്ക് എതിരെ നടന്ന നീക്കങ്ങൾ അങ്ങനെയാണെന്ന്. ഏതായാലും ഹേമന്ത് സോറനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അദ്ദേഹം മാറി ചമ്പായ് സോറനെ ആക്കുന്നു. ചമ്പായ് സോറൻ നമുക്കറിയാം, അദ്ദേഹം ഒരു കാർഷിക സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ്. ഒപ്പം മാത്രമല്ല അദ്ദേഹത്തിന് ഈ ജാർഖണ്ഡ് മൂവ്മെൻറ്റിൽ വലിയ പങ്കുണ്ടായിരുന്നു. അങ്ങനെ ജാർഖണ്ഡ് ടൈഗർ എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ട ചമ്പായ് സോറൻ ആദ്യം ഒരു സ്വതന്ത്ര MLA ആയി ബൈ ഇലക്ഷനിലൂടെയാണ് സരായിക്കേല സീറ്റിൽ ജയിക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം പിന്നെ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ചയിലേക്ക് ചേരുന്നത്. അപ്പോൾ ഈ നേരത്തെ ഈ അർജുൻ മുണ്ട ഒക്കെ അവിടെ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം അന്ന് ഈ ക്യാബിനറ്റ് റാങ്കിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ അവിടെ ഒരു പിളർപ്പുണ്ടാകാതിരിക്കാനും ഈ സർക്കാരിനെ JMMന്റെ ഒപ്പം തന്നെ നിർത്താനും ഒക്കെ ഉള്ളൊരു നീക്കം നടക്കുകയാണ്. കാരണം നമുക്കറിയാം അവിടുത്തെ ഒരു അസംബ്ലി കണക്ക് നോക്കിയാൽ JMMന് ആകെ 29 സീറ്റുകളേ ഉള്ളൂ. 89 സീറ്റുകളുള്ള ഈ 81 സീറ്റുകളിൽ ഈ അസംബ്ലിയിൽ JMMന് 29 സീറ്റുകളേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടിയും ഒപ്പം തന്നെ ഈ CPI-ML അവിടെ ഒരു സീറ്റുണ്ട്. CPI-ML-ഉം NCPയുടെയും ഒക്കെ സീറ്റുകൾ ആണ് പിന്നെ ഉള്ളത്. RJDക്ക് ഒരു സീറ്റുണ്ട്. NCP യുടെ പ്രതിനിധി ഇപ്പോൾ NCPയിൽ തന്നെ ഒരു തർക്കം നടന്നൊരു സാഹചര്യത്തിൽ പിന്തുണ എത്രമാത്രം ഉണ്ട് എന്നറിയില്ല. BJPക്ക് അതേസമയം ഇത് മറിച്ചിടാൻ കാര്യമായ ഒരു മൊത്തത്തിൽ 49 സീറ്റുകളുടെ ഒരു മേൽക്കോയ്മയാണ്, അല്ലെങ്കിൽ 49 സീറ്റുകളാണ് ഈ ഭരണകക്ഷിക്ക് 81 സീറ്റിൽ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ള സീറ്റുകൾ ആണ് പ്രതിപക്ഷത്തിന് BJPക്ക് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അത് മറിച്ചിടാൻ ആവശ്യമായി 42 സീറ്റുകളാണ് ഇപ്പോൾ ജയിക്കാൻ ആവശ്യമായുള്ളത്. ബാക്കി 8 സീറ്റുകൾ അങ്ങോട്ടേക്ക് മറിഞ്ഞാൽ, അല്ലെങ്കിൽ 4-5 ML അങ്ങോട്ടേക്ക് മറിഞ്ഞാൽ ഒരു പക്ഷേ BJPക്ക് ഇത് പിടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ ഉള്ള ആശങ്കകൾ ഒരു വശത്തുണ്ട്. ഏതായാലും വലിയ കുടുംബ വഴക്കിലേക്ക് ഈ വിഷയം എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിൽ മക്കളും അതുപോലെ മരുമകളും ഒക്കെ രംഗത്തേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ അതായത് സീതാ സോറൻ്റെ 2 മക്കൾ ഇതിൽ തങ്ങളുടെ അമ്മയെ ആക്കണം എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നു. കൽപ്പന സോറൻ തനിക്ക് സ്ഥാനം ലഭിക്കണമെന്ന ആവശ്യവുമായി വരുന്നു. അതേ പാർട്ടിയുടെ പിന്തുണ പക്ഷേ അങ്ങനെ കിട്ടുന്നില്ല. അതാണ് പ്രധാനം. അതായത് ചമ്പായ് സോറൻ ഒരിക്കലും അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു. ചമ്പായ് സോറൻ എന്ന അവിടുത്തെ ഗതാഗത മന്ത്രി, അദ്ദേഹം പിന്നോക്കക്ഷേമ മന്ത്രി കൂടിയാണ്. ഈ ഹേമന്ത് സോറനെ കള്ളപ്പണക്കേസിൽ കസ്റ്റഡിയെടുത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് മാറിയത്. പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ പോലും MLA-മാരുടെ ഇടയിൽ ഭിന്നതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. 18 MLA-മാർ മാത്രമാണ് നേരത്തെ അശ്വിനി പറഞ്ഞതുപോലെ ഹേമന്ത് സോറന്റെ ഭാര്യയെ പിന്തുണച്ചത്. ഏതായാലും നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നു. അശ്വിനി, വീണ്ടും അവിടെ ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമുണ്ടോ? നേരത്തെ ഗവർണർ, നമുക്കറിയാം ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, BJPക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനത്ത് അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. സ്വാഭാവികമായും അത് വിമർശന വിധേയമാണ്. ഒപ്പമാണ് ഈ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോൾ തുടരുന്നത്.
രഞ്ജിത്ത്, അത്തരത്തിൽ വേണം മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങൾ അതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ഇന്ത്യ മുന്നണിയുടെ MLA-മാർ രാജ്ഭവന് മുന്നിൽ നിൽക്കുകയാണ്. അതേസമയം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഇപ്പോൾ അനുമതി നിഷേധിച്ചിരിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിൻ്റെയും JMM-ൻ്റെയും MLA-മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതായത് ഇവർ ഹേമന്ത് സോറന്റെ വസതിയിൽ നിൽക്കുമ്പോഴാണ് രാജ്ഭവനിൽ അതായത് ഗവർണറെ കാണാൻ സമയം തേടുന്നത്. അവിടുന്ന് അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് തങ്ങൾ രാജ്ഭവനിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ തങ്ങളെ കടത്തി വിടുന്നില്ലെന്നും തങ്ങളെ അപമാനിക്കുകയാണെന്നും ഒക്കെയാണ് MLA-മാർ ഇപ്പോൾ പറയുന്നത്. ഇതേ തുടർന്ന് അവർ അവിടെ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. രഞ്ജിത്ത്, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു നാടകീയ നീക്കങ്ങൾ ഇപ്പോൾ ഈ സംഭവിക്കുന്നത് ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നത് ജാർഖണ്ഡിന് മാത്രമല്ല, ഇന്ത്യ മുന്നണിക്ക് മാത്രമല്ല ഭീഷണിയായിരിക്കുന്നത്. ഇത് JMM-നുള്ളിലും ഭയങ്കര അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് കാരണമായേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ JMM എന്ന് പറയുന്നത് പാർട്ടി പ്രധാനമായും ഷിബു സോറിനെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഷിബു സോറിനാണ് JMM-ന്റെ പാർട്ടി രൂപീകരിക്കാൻ മുന്നിട്ട് ഇറങ്ങിയത്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ മുഖ്യമന്ത്രി ഷിബു സോറിന് ശേഷം പാർട്ടിയുടെ നേതൃത്വം ഷിബു സോറനിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ അത് ഒരു കുടുംബ കേന്ദ്രീകൃതമായി പാർട്ടി മാറാനുള്ള മാറ്റാനുള്ള നീക്കത്തിന് എതിരായിട്ടുള്ള ശബ്ദമായിട്ട് വേണം ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങളെ കൂടി നമുക്ക് വീക്ഷിക്കാൻ. കാരണം കൽപ്പന സോറന് മുഖ്യമന്ത്രി പദം നൽകാനുള്ള നീക്കത്തെ എതിർത്തുകൊണ്ട് നേതാക്കൾ MLA-മാർ രംഗത്ത് വരുന്നതിൻ്റെ പ്രധാന കാരണം അങ്ങനെ തന്നെ വേണം വീക്ഷിക്കാനായിട്ട്. ചമ്പൈ സോറൻ എന്ന് പറയുന്നത് വളരെ മുതിർന്ന ഒരു നേതാവാണ്. 5 തവണ MLA ആയ വ്യക്തിയാണ്. അതുമാത്രമല്ല JMM-ന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ചമ്പൈ സോറന് പിന്തുണ ഏറുന്ന ഒരു സാഹചര്യവും നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. മുതിർന്ന നേതാവ്, അതുപോലെ തന്നെ സോറൻ അനുകൂലി അല്ലെങ്കിൽ സോറൻ കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാകണം ചമ്പൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. കാരണം തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ തങ്ങളെ വഞ്ചിക്കില്ല എന്നൊരു വിശ്വാസത്തിന് അടിസ്ഥാനത്തിൽ തന്നെയാകണം ഹേമന്ത് സോറൻ ചമ്പൈ സോറന്റെ പേര് മുന്നോട്ട് വെക്കുന്നത്. ആ പേരിനെ തട്ടിക്കളയാൻ മറ്റ് MLA-മാർക്ക് സാധിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നിലവിലെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ JMM-നുള്ളിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കൂടിയാണ് ചമ്പൈ സോറന്റെ പേര് മുന്നോട്ട് വെച്ചതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, അതാണ് മനു. മറ്റൊന്ന്, ഈ BJP-ക്ക് നമുക്കറിയാം, BJP-ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ജാർഖണ്ഡ് അവരുടെ കൈവെള്ള ഇല്ലാത്തൊരു സംസ്ഥാനമാണ്. മിക്ക സംസ്ഥാനങ്ങളിലും ആ പ്രദേശത്ത് അധികാരം പിടിക്കുമ്പോഴും ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ എന്ന വലിയൊരാൾ ഇങ്ങനെ നിൽക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ED റെയ്ഡിലൂടെ അത് BJP-ക്കെതിരെയുള്ള ആക്ഷേപമായി ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോഴും വ്യക്തമായ തെളിവുകളുണ്ട്. ചില അഴിമതി കഥകൾ വർഷങ്ങളായി അവിടെ കേൾക്കുന്നുണ്ട് ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായി കൂടി അറസ്റ്റിനെ കാണാം. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ വരികയും ഈ BMW കാർ പിടിച്ചെടുത്തു, X7 കാർ പിടിച്ചെടുത്തു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്ത സാഹചര്യത്തിൽ ഹേമന്ത് സോറൻ തനിക്ക് അങ്ങനെ ഒരു കാറില്ല, അത് തൻ്റെ കാറല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു പിന്നോക്കക്കാരനായ തന്നെ ജാതീയമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് അദ്ദേഹം പോലീസിലടക്കം അങ്ങനെ SC/ST പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി നൽകിയിരിക്കുന്നത്. ഈ ജാർഖണ്ഡിൻ്റെ ഒരു അസംബ്ലി സാഹചര്യം നമുക്കറിയാം. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച BJP-ക്ക് 25 MLA-മാരുണ്ട്. അതേസമയം JMM-ന് 26 MLA-മാരും ഉണ്ട്. കോൺഗ്രസിൻ്റെ ഒരു വലിയ പിന്തുണയാണ് ഇപ്പോൾ ഈ JMM-ന് ഈ സ്ഥാനം ഉറപ്പിക്കാൻ ആയിട്ട് സഹായമായിരിക്കുന്നത്. അതേസമയം AJSUവിൻ്റെ പിന്തുണയാണ് BJP-ക്കുള്ളത്. അവർക്ക് 3 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ സ്വതന്ത്രരായ ചില 3 MLA-മാരും കൂടിയുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ NDA മുന്നണിക്ക് 31 സീറ്റുകളാണ് അവിടെ ജാർഖണ്ഡിൽ ഉള്ളത്. അതേസമയം ഈ 31 സീറ്റുകൾ 42 ആക്കി എടുക്കണം, അല്ലെങ്കിൽ 41 മുകളിലേക്ക് വന്നാൽ BJP-ക്ക് അവിടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയും എന്നതാണ് ഒരു വശം. അത് സാധ്യമാണോ അല്ലയോ എന്നുള്ളത് അതിൻ്റെ പ്രത്യേക വശം. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ പ്രചരണം എന്ന കാര്യത്തിൽ ഒരുപക്ഷെ നമുക്ക് അത്ര കണ്ട് അത് അംഗീകരിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാരണം ഇതേ സംസ്ഥാനം തന്നെ പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യുമ്പോഴുള്ള രീതി തീർത്തും വ്യത്യസ്തമാണ്. പാർലമെൻറ്റിൽ വോട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് ഈ സംസ്ഥാനത്തിൽ കൂടുതലും BJP സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 14 സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ 11 സീറ്റുകൾ എടുത്തും BJP-ക്കാണ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം JMM-നും BJP-യുടെ തന്നെ സഖ്യകക്ഷിക്കായ AJSUവിനുമാണ് 1 സീറ്റ് വീതം ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അവിടെ ജാർഖണ്ഡിൽ BJP-ക്ക് ശക്തമായ ഒരു സ്വാധീനം ഉണ്ട്. അതേസമയം നിയമസഭയിൽ അവിടെ ഈ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന അവിടുത്തെ ഈ ജാർഖണ്ഡ് എന്നൊരു സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടത്തിയ പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഒരു ഭാഗമായി കൂടിയാണ് അവരുടെ ഒരു അധികാര അല്ലെങ്കിൽ സ്വാധീനമൊക്കെ വർദ്ധിക്കുന്നത്. അപ്പോൾ ഏതായാലും അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ പ്രാദേശിക വികാരം വലിയ തോതിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ്
JMMൻ്റെ ഒരു വിജയം. ഒരുപക്ഷെ ഈ ചമ്പൈ സോറനെ തെരഞ്ഞെടുത്തത് പോലും അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണ്. 2005 അദ്ദേഹം ആദ്യമായി വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ നാടിൻ്റെ ഒരു വ്യക്തി എന്ന നിലയിൽ, അവിടുത്തെ ഒരു കർഷക പ്രതിനിധി എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ ട്രാൻസ്പോർട്ട്, അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗം, പിന്നോക്ക ക്ഷേമം, ഇതൊക്കെ നോക്കുകയും ഭക്ഷ്യം വകുപ്പുകളൊക്കെ നോക്കുന്ന ചമ്പൈ സോറൻ ആദ്യം എത്തുന്നത് 2005 അസംബ്ലിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയനായ വ്യക്തി എന്ന നിലയിലുള്ളൊരു മുഖം, പാർട്ടിക്കകത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം, ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റ് ഏറ്റവും അവസാന നിമിഷമെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ്. കാരണം അപ്പോഴും ജാർഖണ്ഡിൽ പലവിധ അനിശ്ചിതാവസ്ഥകളുണ്ട്. അശ്വിനി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്താണ്? ഇന്ന് രാത്രി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമോ? കാരണം ഓരോ നിമിഷവും JMM നിർണായകമാണ്. അവിടെ ഒരുപാട് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ വലിയ പിന്തുണ JMM ഉണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ്. മറ്റ് നീക്കങ്ങൾ ജാർഖണ്ഡിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് എന്തൊക്കെയാണ്? രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ സമയം അനുവദിച്ചതിനെ തുടർന്നിട്ടാണ് MLAമാർ രാജ്ഭവനിലേക്ക് എത്തിയതെന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഇവർക്ക് ഉള്ളിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. MLAമാർ, അതായത് രണ്ട് പാർട്ടികളുടെയും, കോൺഗ്രസിൻ്റെയും JMMൻ്റെയും MLAമാർ രാജ്ഭവന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കാത്തതിനെ തുടർന്ന് ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ കുത്തിയിരുന്ന പ്രതിഷേധം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ, അല്ലെങ്കിൽ നാളെ എത്രയും പെട്ടെന്ന് പുലർച്ചെ തന്നെ, രാവിലെ തന്നെ സത്യപ്രതിജ്ഞ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അവർ ആഗ്രഹിച്ചിരുന്നത്. അത്തരത്തിലുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ അതിനിപ്പോൾ ഗവർണർ വഴങ്ങാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഗവർണർ അതിനെ പിന്തുണയ്ക്കാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. ഗവർണർ ഇതിനെ അനുകൂലിക്കാത്ത ഒരു നിലപാട്, അതായത് MLAമാരെ കാണാൻ അനുവദിക്കുന്നില്ല. ഹേമന്ത് സോറന് രാജി സമർപ്പിക്കാൻ സാധിച്ചു. അതിന് ശേഷം MLAമാർ പുതിയ സർക്കാർ, അല്ലെങ്കിൽ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തതായിട്ടുള്ള കത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കാണിക്കാനായിട്ട് അവർക്ക് പ്രവേശന അനുമതി നിഷേധിച്ചിരിക്കുകയാണ്. കേവലം 5 പേർക്ക് മാത്രമാണ് പ്രവേശന അനുമതി നൽകിയതെന്നാണ് പുറത്തു വരുന്ന വിവരം. അത് ഇവർക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. തങ്ങളെ എല്ലാവരും ഒരുപോലെ തന്നെ രാജ്ഭവനിനുള്ളിൽ പ്രവേശിപ്പിക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ് MLAമാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജാർഖണ്ഡിൽ ഇപ്പോഴും അനിശ്ചിതാവസ്ഥ തുടരുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു, പക്ഷേ അവിടെ ഗവർണർ ചില സമ്മതങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്, സത്യപ്രതിജ്ഞയ്ക്ക് അടക്കം. ഇത് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടോ മനു? കാരണം 29 സീറ്റുണ്ട്, ഭൂരിപക്ഷം അത്യാവശ്യം JMMനുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള, നമുക്കറിയാം ഓപ്പറേഷൻ താമരയൊക്കെ പല സംസ്ഥാനങ്ങളിലും കേട്ട പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ ഒരു നീക്കത്തിലുള്ള എന്തെങ്കിലും ചെറിയ സാധ്യതകൾ പോലും ജാർഖണ്ഡിൽ നിലനിൽക്കുന്നുണ്ടോ? ഏതായാലും അത് ഇതുവരെ വിജയിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അധിക കാലം ഇങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരും. പക്ഷേ ഇവിടെ ഈ കോൺഗ്രസ് സഖ്യം വളരെ ശക്തമായി തന്നെ ഈ ഹേമന്ത് സോറനൊപ്പം കോൺഗ്രസ് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇതിലെ ഒരു സാഹചര്യം. പക്ഷേ ഇത് കോൺഗ്രസ് MLAമാർ എത്ര പേർ അതിലുണ്ട് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. ഏതായാലും യോഗം വിളിച്ചപ്പോൾ 41 പേര് ഹാജരാകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. 35-ൽ താഴെ ആളുകൾ മാത്രമേ പങ്കെടുത്തുള്ളൂ എന്നുള്ള ഒരു വിഷയം അവിടെ വരുന്നു. മാത്രമല്ല, ഈ കുടുംബ വഴക്കുണ്ടല്ലോ, പ്രധാനമായും ഈ ഷിബു സോറൻ്റെ മൂത്ത മകനുണ്ട് ദർഗാ സോറൻ. അപ്പോൾ ദർഗാ സോറൻ്റെ ഭാര്യയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ സീതാ സോറൻ. അപ്പോൾ താനാണ് മൂത്ത മകൾ, തനിക്കാണ് ഈ സ്ഥാനം ഇനി അങ്ങനെ മാറുകയാണെങ്കിൽ കിട്ടേണ്ടത്, തനിക്കാണ് അതിൻ്റെ പിന്തുടർച്ചാ അവകാശം എന്നൊക്കെയുള്ള തരത്തിലുള്ള പിന്നെ ആവശ്യങ്ങളുമൊക്കെയായി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ अब हम कह दिया, बाकी समय है ना आप लोग को आने का, बोलने का. ചമ്പൈ സോറൻ മാധ്യമങ്ങളെ കാണുകയാണെന്നാണ് എൻ്റെ ചമ്പൈ സോറൻ മാധ്യമങ്ങളെ കാണുന്നു. इन्होंने स्पष्ट कहा है कि हमें जल्दी शपथ ग्रहण का समय दें, हम बहुमत साबित करेंगे. हमारे 43 विधायक बाहर खड़े हैं, अगर आप उसे देखना चाहें तो आप देख सकते हैं. उन्होंने कहा कि मैं आपके पत्र को पढ़ रहा हूं, जल्दी ही आपको बुलावा भेजूंगा. अच्छा, मुख्यमंत्री हेमंत सोरेन आप गिरफ्तार എത്രയും പെട്ടെന്ന് ചെയ്യുമെന്നാണ് ചമ്പൈ സോറൻ വ്യക്തമാക്കി മടങ്ങുന്നത്. ഏതായാലും നാടകീയമായ സംഭവവികാസങ്ങൾക്കൊടുവിൽ ചമ്പൈ സോറൻ എന്ന പ്രധാനപ്പെട്ട അവിടുത്തെ നേതാവ്, അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയാകുന്നു ജാർഖണ്ഡിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇലക്ഷൻ ചാനൽ ഈ വിഷയമാണ് ചർച്ച ചെയ്തത്. എന്നോടൊപ്പം മനു ഭരതും അശ്വിനിയും ചേർന്നു. ഇലക്ഷൻ ചാനൽ പൂർത്തിയാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ